ഇന്ത്യക്കെതിരായ മൂന്നാം ഏകദിന മത്സരത്തിനിടെ പരിക്കേറ്റ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രേയസ് അയ്യരെ സിഡ്നിയിലെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന ശ്രേയസ് അയ്യരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് അധികൃതർ വ്യക്തമാക്കി. ഒക്ടോബർ 25-ന് സിഡ്നിയിൽ നടന്ന മത്സരത്തിനിടെയാണ് അയ്യർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഹർഷിത് റാണയുടെ ബൗളിംഗിൽ അലക്സ് കാരിയുടെ ക്യാച്ച് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ഇത്. ഗ്രൗണ്ടിൽ നിന്ന് ഫിസിയോയുടെ സഹായത്തോടെ മടങ്ങിയ താരത്തിന്റെ ആരോഗ്യനില പിന്നീട് വഷളാവുകയും ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയും ചെയ്തു. ഇതോടെ ഉടൻ തന്നെ ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചെറിയൊരു ശസ്ത്രക്രിയയിലൂടെ രക്തസ്രാവം ഉടൻ തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചതായി BCCI പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഒക്ടോബർ 28ഓടെ താരത്തെ ICUവിൽ നിന്ന് സാധാരണ മുറിയിലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് രാവിലെയാണ് ശ്രേയസ് അയ്യരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും മികച്ച രീതിയിൽ സുഖം പ്രാപിക്കുന്നുണ്ടെന്നും സിഡ്നിയിലെ വിദഗ്ധ ഡോക്ടർമാരും ഇന്ത്യയിലെ ഡോക്ടർ ദിൻഷ പൗദിവാലയും ഉൾപ്പെടെ BCCI മെഡിക്കൽ ടീം അറിയിച്ചു. വിമാനയാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ സുഖം പ്രാപിക്കുന്നത് വരെ ശ്രേയസ് അയ്യർ സിഡ്നിയിൽ തന്നെ തുടരുകയും ഫോളോ അപ്പ് പരിശോധനകൾക്ക് വിധേയനാവുകയും ചെയ്യും. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശ്രേയസ് അയ്യർ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ആരാധകർക്ക് നന്ദി അറിയിച്ചിരുന്നു.